ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപ്പിയോയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് ഡേ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിനെ. വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അതിൽ നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിൽ മാത്രമാണ് അത്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റും ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യേണ്ട കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇൻസ്റ്റഗ്രാമിലും ഞാൻ ആക്റ്റീവ് ആണ്, അവിടെയും നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാം. അവിടെ പുതിയ പുതിയ റീഡിങ്സ് ഞാൻ ഇടാറുണ്ട്, അത് ഇവിടെ ഞാൻ ഇടാറില്ല. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു വേറെ മാതിരിയുള്ള റീഡിങ്സ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ആൻഡ് അതല്ലാണ്ട് അവിടെയും നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം, പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, പേഴ്സണൽ റീഡിങ്സിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് റീഡിങ്ങിൽ എന്താണ് മെസ്സേജസ് വരണതെന്ന് റീഡിങ്ങിൽ കാണാം. സ്കോർപ്പിയോ, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. സ്കോർപ്പിയോയുടെ ഓവറോൾ എനർജിയാണ് ഹൈ പ്രീസ്റ്റസ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി എന്താണ്? 2 ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി. നിങ്ങൾ രണ്ടാളുടെയും ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ സ്ട്രെങ്ത് ആണ്. ഈ സിറ്റുവേഷനിൽ ബ്ലോക്കേജ് ക്വീൻ ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 5 ഓഫ് സോഡ്സ് ആണ്. ഈ പേഴ്സന്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 3 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ഇന്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ 9 ഓഫ് പെന്റിക്കിൾസ്. ഈ പേഴ്സന്റെ ഇന്റൻഷൻ ഈ റിലേഷൻഷിപ്പിന് ഏസ് ഓഫ് വാൻഡ്സ്. ഇവിടെ ഫ്യൂച്ചർ ആക്ഷൻ ഡെവിൽ ആണ് നിങ്ങളുടെ സൈഡിന്. ഈ പേഴ്സന്റെ സൈഡിന് ഫ്യൂച്ചർ ആക്ഷൻ 2 ഓഫ് കപ്സ്. ഔട്ട്കം ഈ റിലേഷൻഷിപ്പിന്റെ. അപ്പോൾ സ്കോർപ്പിയോ ഇവിടെ ഹൈ പ്രീസ്റ്റസ് ആണ് ഓവറോൾ എനർജി. ഇതൊരു സൈലൻസിന്റെ എനർജിയാണ്. ആക്ച്വലി ഹൈ പ്രീസ്റ്റസ് ഇൻറ്റ്യൂഷന്റെ എനർജിയാണ്. നിങ്ങൾ രണ്ടാളും ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. അതല്ല നിങ്ങൾ എന്തോ തുറന്നു പറയൂണില്ല, എന്തോ സീക്രട്ട് ഉണ്ട് നിങ്ങളുടെ സൈഡിൽ. ഓക്കെ, എന്താണ് ഈ ഹൈ പ്രീസ്റ്റസ്? അപ്പോൾ ഇപ്പൊ ഇവിടെ ഹിഡൻ കാര്യങ്ങളൊക്കെ പുറത്തു വരാൻ പോകുന്നുണ്ട്. ഓക്കെ, ഈ മാസം നിങ്ങളുടെ മനസ്സിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാച്ചാൽ മേ ബി നിങ്ങൾ ഇതിന്റെ മുമ്പ് ഇവരുടെ കൂടെ അത് ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഈ മാസം നിങ്ങൾ അത് തുറന്നു പറയാൻ പോകുന്നുണ്ട്, റിവീൽ ചെയ്യാൻ പോകുന്നുണ്ട്. എന്തോ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം നിങ്ങൾ ഈ പേഴ്സണോട് ഈ മാസം പറയാൻ പോകുന്നുണ്ട്. ഇവരുടെ സൈഡിലാണ് എന്തെങ്കിലും സീക്രറ്റ്, അതും പുറത്തു വരാൻ പോകുന്നുണ്ട്. ഇവിടെ 10 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. ഇത് അബണ്ടൻസിന്റെ എനർജിയാണ്. സൺ സോൾമേറ്റ് കണക്ഷന്റെ എനർജിയാണ്. ഇതൊരു മേ ബി നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഹിഡൻ ഫീലിങ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇത് മുമ്പേ പറയാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇപ്പോൾ ഈ മാസം നിങ്ങൾ എവിടെയോ ഈ പേഴ്സണോട് നിങ്ങളുടെ മനസ്സിന്റെ കാര്യം തുറന്ന് പറയുന്നുണ്ടാവും. ഈ പേഴ്സന്റെ എനർജിയിൽ 2 ഓഫ് വാൻഡ്സ് ആണ്. അവരും ആക്ച്വലി ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് അവർ പ്ലാൻ ചെയ്യണത്. എന്നുവെച്ചാൽ അവരുടെ മനസ്സിലെ ഫ്യൂച്ചർ കാര്യങ്ങളാണ് നടക്കണേ. അവരെന്താണ് ഈ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചർ ഉണ്ടാവുക, അതാണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ നടക്കുന്ന കാര്യം. ആൻഡ് ഏസ് ഓഫ് പെന്റിക്കിൾസ്, അവർക്ക് നിങ്ങൾക്കൊരു ഓഫർ തരണം എന്നുണ്ട്. ആൻഡ് നിങ്ങൾ ഓൾറെഡി ഈ പേഴ്സണോട് നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ടാച്ചാൽ അവർ മേ ബി ഒരു ഡിസിഷൻ എടുക്കാനാണ് നോക്കുന്നുണ്ടാവുക. എന്താ വേണ്ടേ, ഇത് വർക്ക് ആവുമോ ഇല്ലേന്ന്, അങ്ങനത്തെ ഒരു ഡിസിഷൻ ചിലപ്പോൾ അവർ ആ ഡിസിഷനെയാണ് അവർ നോക്കണത്, എന്താ വേണ്ടതെന്ന്. ഈ സമയത്ത് കറന്റ് സിറ്റുവേഷൻ നിങ്ങളുടെ രണ്ടാളുടെയും സ്ട്രെങ്ത് ആണ്, ലിയോ എനർജി. അപ്പോൾ കറന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടാളും ഒരു ബോൾഡ് ഡിസിഷൻ എടുക്കാൻ നോക്കണു, കുറെ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാൻ നോക്കണു. ഇവിടെ നിങ്ങൾ രണ്ടാൾക്കും ഇത് തന്നെയാണ് വേണ്ടത്. ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടാവണം എന്നാണ് വേണ്ടത്. പക്ഷെ എന്തോ കാരണം കൊണ്ട് ഇവിടെ കുറച്ചൊരു ഡിലേ ഉണ്ട്. ഓക്കെ, നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ഒരു സ്ലോ മൂവിങ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളും പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണു.
ഇവിടെ ബ്ലോക്കേജ് ക്വീൻ ഓഫ് കപ്സ് ആണ്. അപ്പോൾ ക്വീൻ ഓഫ് കപ്സ് ഇപ്പോൾ ആരാണെന്ന് നമ്മൾക്ക് നോക്കാം. അത് നിങ്ങളുടെ എനർജി ആവാം, പക്ഷേ ക്വീൻ ഓഫ് കപ്സ് 2 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു പേഴ്സന്റെ പേജ് ഓഫ് വാൻസ്. അപ്പൊ നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ ഒരു ഫയർ സൈൻ ആയിരിക്കാം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അതല്ലച്ച വേറൊരു വാട്ടർ സൈൻ ആയിരിക്കാം നിങ്ങളുടെ മാതിരി, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഒരു പേഴ്സൺ റെഡി അല്ല കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ട്. അതല്ലച്ചാ അവർ മേ ബി ഏജിന്റെ എന്തെങ്കിലും കുറെ ഡിഫറൻസ് ഉണ്ടാവും. ആൻഡ് അവർ മേ ബി ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിരിക്കില്ല. അതുമല്ലച്ചാ അവരുടെ ലൈഫിൽ വേറെ ആരും ഉണ്ട് ആൻഡ് അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട് ആൻഡ് അവർ ഷുവർ അല്ല ഈ റിലേഷൻഷിപ്പിൽ അവർക്കൊരു ഫ്യൂച്ചർ വേണോ വേണ്ടേന്ന്. 5 ഓഫ് സോർഡ്സ് ആണ് നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണ് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ പേഴ്സൺ കുറച്ചൊരു ഇമ്മച്യോർ ആണ്. അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടെച്ചാൽ ആ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ കുറെ ഇന്റർഫിയർ ഉണ്ട്. ഇപ്പൊ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലി ആയിരിക്കാം, അവരുടെ ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലും ആയിരിക്കാം, അവര് വേറെ ഒരു അഫെയർ തന്നെ ആവണം എന്നില്ല, പക്ഷെ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് അതുകൊണ്ട് നിങ്ങൾ കുറെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടാണ് ഇപ്പൊ ചിന്തിക്കണം. എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ട് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്, പക്ഷെ ഇത് വർക്ക് ചെയ്യണം. വർക്ക്ഔട്ട് ആവില്ല വെച്ചാൽ പിന്നെ നിങ്ങൾ വെറുതെ ഇതില് നിങ്ങൾക്ക് ഇമോഷൻസ് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടാവില്ല. ഈ പേഴ്സണിന്റെ എനർജി ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 3 ഓഫ് കപ്സ് ആണ്. അവർ നിങ്ങളെ ഒരു നല്ല ഫ്രണ്ട് ആയിട്ട് കാണുന്നുണ്ട്, പക്ഷെ അവർക്ക് നിങ്ങളുടെ കൂടെ കുറെ നല്ല സമയവും ഉണ്ട് പറഞ്ഞാൽ അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളും പുറത്ത് പോകുമ്പോഴൊക്കെ അവര് നിങ്ങളുടെ കൂടെ എൻജോയ് ചെയ്തിട്ടുണ്ട് ആൻഡ് നല്ല സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ തേർഡ് പാർട്ടി ഞാൻ പറഞ്ഞ മാതിരി അതിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാച്ചാൽ അതാ ക്വീൻ ഓഫ് പെന്റക്കിൾസ്. അപ്പൊ ഇവിടെ ആദ്യം ഒരു തേർഡ് പാർട്ടി ഞാൻ കാണുന്നുണ്ട്. അവരുടെ ലൈഫിൽ എന്തോ ഒരു തേർഡ് പാർട്ടി ഇന്റർഫിയറൻസിന്റെ കാരണം ഈ റിലേഷൻഷിപ്പിൽ കുറെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിട്ടുണ്ട്, ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതിനെ വിട്ടിട്ട് അവർക്ക് മുമ്പോട്ട് പോകണം എന്നുണ്ട്, ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ട്. പക്ഷെ ആ തേർഡ് പാർട്ടി ഇപ്പോഴും ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ തേർഡ് പാർട്ടി അവരുടെ മദറും ആയിരിക്കാം, ഒരു മദർലി ഫിഗർ ആണ് ഇത്. ഇല്ലാച്ചാൽ അവരുടെ വൈഫ് ആയിരിക്കാം, അവർ മാരീഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ അവരുടെ ഡെഫിനറ്റ്ലി ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ് അവർക്ക് വേണ്ടിയിട്ട് ഇത്. ഇപ്പോൾ നിങ്ങളുടെ ഇന്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ 9 ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങൾ ആക്ച്വലി ഒരു സിംഗിൾ ഇൻഡിപെൻഡന്റ് എനർജിയിലാണ്. നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾ അത്ര സ്ട്രെസ് ചെയ്യണില്ല. ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണു. ഈ പേഴ്സൺ എന്തെങ്കിലും ഡിസിഷൻ എടുക്കും എന്ന് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണു. പക്ഷെ അതല്ലാണ്ടും നിങ്ങൾ ബിസിയാണ്, നിങ്ങളുടെ കരിയറിൽ കുറെ ബിസിയാണ്, നിങ്ങൾക്ക് വേറെ കാര്യങ്ങളും ഉണ്ട് ഹാൻഡിൽ ചെയ്യാൻ, ഡീൽ ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൽ. അപ്പൊ ഇതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല നിങ്ങൾ ഇരിക്കണത്. ആൻഡ് അത് നല്ലതാണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് വേറെ ഇൻട്രസ്റ്റ് ഉണ്ട്, വേറെ ഹോബീസ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതിന് മാത്രമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നില്ല, അത് നല്ലതാണ്. ഏസ് ഓഫ് വാൻസ് ആണ് ഈ പേഴ്സണിന്റെ ഇന്റൻഷൻ. അവർക്ക് ഇവിടെ പാഷൻ ആണ് ഞാൻ കാണുന്നത്. അവരുടെ മനസ്സിൽ പാഷനാണ്. അവർക്കൊരു പുതിയ ബിഗിനിങ് വേണം, ഒരു സ്റ്റാർട്ട് വേണം, അവർക്ക് ആക്ഷൻ എടുക്കണം എന്നുണ്ട്, നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണം എന്നുണ്ട് അത് അവർ ഈ റിലേഷൻഷിപ്പ് സീരിയസ് ആണെന്ന്. പക്ഷെ അവരുടെ ലൈഫിൽ വേറെ ആരും ഉണ്ട്. എന്നുവെച്ചാൽ ഇവിടെ 6 ഓഫ് പെന്റിക്കിൾസ് ഒരു ഇംബാലൻസ് ആണ്. ഞാൻ പറഞ്ഞ മാതിരി അവരുടെ ഫാമിലി ഇവിടെ ഇന്റർഫിയർ ചെയ്യുന്നുണ്ടാവും. ആൻഡ് അതിന്റെ കാരണം അവർക്ക് നിങ്ങൾക്ക് ഒരു 100% കമ്മിറ്റ്മെന്റ് ഇവിടെ തരാൻ പറ്റില്ല. അവരുടെ ഫാമിലിനെയാണ് ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആക്ഷനിൽ ഡെവിൽ ആണ് നിങ്ങളുടെ സൈഡിൽ. ഡെവിൽ കാപ്രിക്കോൺ എനർജി ആണ്. ഈ ഡെവിൽ എന്താണ് ആക്ഷൻ ആയിട്ട് കാണുന്നത്? അപ്പോൾ എവിടെയോ നിങ്ങൾ ഇവിടെ ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഈ റിലേഷൻഷിപ്പിനെ കാണുന്നത്. എന്നുവെച്ചാൽ ഇത് ഓൾമോസ്റ്റ് ശരിയായിട്ട് മിസ്സായി പോയി, അങ്ങനത്തെ ഒരു എനർജിയാണ് 5 ഓഫ് കപ്സ്. എന്നുവെച്ചാൽ ഇവിടെ വേറെ ഒരു പേഴ്സണിന്റെ ഇന്റർഫിയറൻസിന്റെ കാരണം ഇത് വർക്ക്ഔട്ട് ആവുന്നില്ല. 5 ഓഫ് കപ്സ് ഒരു ലോസിന്റെ എനർജിയാണ്. 4 ഓഫ് വാൻസ് ആക്ച്വലി ഒരു റിലേഷൻഷിപ്പിന്റെ എനർജിയാണ്.
പക്ഷെ ഇവിടെ വീടിന്റെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി അവരുടെ ഫാമിലി ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല, നിങ്ങളുടെ ഫാമിലി ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല, എന്തോ ഒരു ടോക്സിക് എനർജി ഉണ്ട് ഇവിടെ. അതിന്റെ കാരണം ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോണില്ല, ബ്ലോക്ക് ആവണു. 2 ഓഫ് കപ്സ് ആണ് ഈ പേഴ്സന്റെ ആക്ഷൻ. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലവ് ഉണ്ട്, അവർക്ക് നിങ്ങൾക്ക് ഒരു ഓഫർ തരണം എന്നുണ്ട്, അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡീപ്പ് ഫീലിങ്സ് ഉണ്ട്. പക്ഷെ അവരും വെയിറ്റ് ആണ് ചെയ്യണത്. എന്നുവെച്ചാൽ അവർക്കും ഇവിടെ ഒരു സൊല്യൂഷൻ ഇല്ല ഈ പ്രോബ്ലംന് വേണ്ടിയിട്ട്. ഓക്കെ, അവർ ഇവിടെ വെയിറ്റ് ആണ് ചെയ്യണത്. ഈ സിറ്റുവേഷൻ ഇംപ്രൂവ് ആവും എന്ന് അവർ ഹോപ്പ് ചെയ്യണു. എന്താണ് ഔട്ട്കം? 10 ഓഫ് കപ്സ് ഔട്ട്കം ആണ്. അപ്പോൾ ഔട്ട്കം പോസിറ്റീവ് ആണ്. എന്താണ് ഈ ഔട്ട്കം? 10 ഓഫ് കപ്സ് ഇവിടെ ഈ സിറ്റുവേഷൻ മുമ്പ് ഒരു റിലേഷൻഷിപ്പ് ഓൾറെഡി ആണെച്ചാ ഇവിടെ നിങ്ങൾ രണ്ടാളും ഇപ്പോൾ ഒരു അൺഷുവർ എനർജിയിലാണ്. 2 ഓഫ് സോൾസ് ഒരു ക്രോസ് റോഡ്സിൽ ഉണ്ടാവുന്ന എനർജി, പറഞ്ഞ ഒരു ഡിസിഷൻ എടുക്കാണ്ട് എന്താ വേണ്ടതെന്ന് ഇരിക്കണ പേഴ്സന്റെ എനർജിയാണ്. ഈ സിറ്റുവേഷൻ എങ്ങനെയും വേണമെച്ചാൽ പോവാം, അതൊരു പോസിറ്റീവായിട്ടും പോവാം, നെഗറ്റീവായിട്ടും പോവാം. അപ്പോൾ ഈ മാസം നിങ്ങൾ രണ്ടാളും ആക്ച്വലി ഈ റിലേഷൻഷിപ്പിൽ അത്ര കണക്റ്റഡ് അല്ല. എന്നുവെച്ചാൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാണ്ട്. ആൻഡ് ഇവിടെ ആദ്യം ഇൻഫ്ലുവൻസിങ് ഫാക്ടർ എംപ്രസ് ആൻഡ് 10 ഓഫ് വാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിലൊരു ചേഞ്ച് വരും. പക്ഷെ ആ ചേഞ്ച്, ആ ഡിസിഷൻ നിങ്ങൾ മേ ബി മാർച്ച് ആവുമ്പോഴാണ് എടുക്കാൻ പോണത്. ആൻഡ് ഇവിടെ ഞാൻ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിന് വിട്ടു പോണ എനർജി ഞാൻ കാണുന്നുണ്ട്. മേ ബി സ്കോർപ്പിയോ അത് നിങ്ങളുടെ എനർജി ആയിരിക്കാം. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഫൈനലി ഹാപ്പി അല്ലാണ്ട് ഈ റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്യാനുള്ള ഡിസിഷനാണ് എടുക്കാൻ പോണത്. മേ ബി അത് മാർച്ചിൽ നിങ്ങൾ എടുക്കും. പക്ഷെ അതാണ് ഞാൻ ഇവിടെ ഔട്ട്കം ആയിട്ട് കാണുന്നത്. അപ്പൊ എന്താണ് ഇവിടെ കോസ്മിക് ഇൻസൈറ്റ് മെസ്സേജസ്? ലെറ്റ് ഗോ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, മേക്ക് റൂം ഫോർ ദ ന്യൂ ബിഗിനിങ് ഓൺ ഇറ്റ്സ് വേ ടു യു. അപ്പൊ ഇത് ഒരു ക്ലിയർ മെസ്സേജ് ആണ് ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് ഈ പേഴ്സന്റെ മനസ്സിലുള്ള മെസ്സേജ്? Just being near to you is intoxicating. I hid who I really am from you. അപ്പോൾ ഈ പേഴ്സൺ മുഴുവനെ അവരുടെ സിറ്റുവേഷന്റെ കാര്യത്തിൽ ഓണസ്റ്റ് ആയിരുന്നില്ല. ഐ റിഗ്രറ്റ് ലൈങ് ടു യു. അപ്പം ഞാൻ പറഞ്ഞ മാതിരി അവർ മുമ്പും എന്തോ ഒളിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതാണ് ഇവിടെ പറഞ്ഞ എന്തോ സീക്രട്ട് പുറത്ത് വരാൻ പോകുന്നുണ്ടെന്ന്. ഐ ഫീൽ യു ലീവിങ് മീ ബിഹൈൻഡ്. അവർക്കറിയാം നിങ്ങൾ എവിടെയോ ഈ റിലേഷൻഷിപ്പിന് ഡിസ്കണക്ട് ആവുന്നുണ്ടെന്ന് അവർക്കത് ഫീലിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്കോർപ്പിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു. ഇവിടെ കുറെ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്, ആൻഡ് അക്വേറിയസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. കമന്റ് ചെയ്ത് പറയാതെ എങ്ങനെ റെസനേറ്റ് ചെയ്തു എന്ന്. ആൻഡ് പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെന്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സി യു, ടേക്ക് കെയർ.